ഹലോ ഫ്രണ്ട്സ്, ഇന്നത്തെ എപ്പിസോഡിൽ കാർത്തിയുടെ ഫോട്ടോയിൽ നോക്കി ശൈലജ വിഷമിക്കുന്നത് കണ്ട് അവിടേക്കെത്തിയ രാജേന്ദ്രൻ ആ ഫോട്ടോ വാങ്ങിച്ച് വലിച്ചു കീറി കളയുന്നു. ഇനി ഇങ്ങനെ ഒരു മകൾ നമുക്കില്ല എന്നും നമ്മളെ ജീവനോടെ തന്നെ കത്തിച്ചു കളഞ്ഞവളാണ് അവൾ. അതുകൊണ്ട് എന്റെ മനസ്സിൽ അങ്ങനെ ഒരു മകൾ ഇനിയില്ല. അവൾ എന്നേക്കുമായി മരണപ്പെട്ടു കഴിഞ്ഞു എന്ന് രാജേന്ദ്രൻ ശൈലജയോട് ദേഷ്യപ്പെടുന്നു. ശൈലജ അതെല്ലാം കേട്ടതിന് ശേഷം രാജേന്ദ്രനോട് ചോദിച്ചു, ഞാൻ ആഗ്രഹിക്കുന്നത് പോലെ തന്നെ നിങ്ങളുടെ ഉള്ളിന്റെ ഉള്ളിൽ നമ്മുടെ മകൾ മടങ്ങി വരണമെന്നുള്ള ഒരു ആഗ്രഹം നിങ്ങൾക്കുണ്ടെന്ന് എനിക്കറിയാം. പക്ഷേ നിങ്ങളത് പ്രകടിപ്പിക്കുന്നില്ല. അതല്ലേ സത്യം എന്ന് ശൈലജ സങ്കടത്തോടെ ചോദിക്കുമ്പോൾ രാജേന്ദ്രൻ പറഞ്ഞു, ഒരിക്കലുമില്ല. അങ്ങനെ ഒരു ചിന്ത എന്റെ മനസ്സിലുണ്ടെന്ന് നീ ഒരിക്കലും തെറ്റിദ്ധരിക്കണ്ട എന്ന് പറഞ്ഞപ്പോ ശൈലജ പറഞ്ഞു, എനിക്ക് എത്രയോ വർഷമായി നിങ്ങളെ അറിയാം. അതുകൊണ്ട് നിങ്ങളുടെ മനസ്സിൽ അങ്ങനെയാണെന്ന് എനിക്കറിയാം. കുഞ്ഞുനാൾ മുതൽ എന്തെങ്കിലുമൊക്കെ തെറ്റുകൾ അവൾ ചെയ്യുമ്പോൾ മറ്റുള്ളവരെ കുറ്റപ്പെടുത്തലിന് നമ്മളല്ലേ മറുപടി പറയാറുണ്ടായിരുന്നത് എന്ന് ചോദിച്ചപ്പോ രാജേന്ദ്രൻ പറഞ്ഞു, അതൊക്കെ ശരി തന്നെയായിരിക്കാം. അന്ന് ഞാൻ എന്റെ മകളെ സ്നേഹിച്ചിരുന്നു. എന്നാൽ ആ സ്നേഹം എന്നെ സ്നേഹിച്ചിരുന്ന ആ മകൾക്ക് എന്നോട് തിരിച്ച് ഇപ്പോൾ ആ സ്നേഹം ഇല്ല എന്ന് എനിക്ക് മനസ്സിലായി. അതുകൊണ്ട് തന്നെയല്ലേ ഞാൻ ഉറപ്പിച്ച വിവാഹം ആലോചിച്ച ആ ബന്ധം വേണ്ട എന്ന് പറഞ്ഞ് അവൾ അവളുടെ കാമുകനോടൊപ്പം ഓടിപ്പോയത് എന്ന് രാജേന്ദ്രൻ ദേഷ്യത്തോടെ ശൈലജയോട് പറയുമ്പോൾ ശൈലജ പറഞ്ഞു, എങ്കിലും നിങ്ങൾ അവളെ മടങ്ങി വരാൻ ആഗ്രഹിക്കുന്നില്ലേ എന്ന് ചോദിച്ചതും രാജേന്ദ്രൻ പറഞ്ഞു, ഒരിക്കലുമില്ല. അവൾ മടങ്ങി വന്നാൽ അവളെ ഞാൻ തന്നെ ഇല്ലാതാക്കും. എന്റെ കൈകൊണ്ടായിരിക്കും പിന്നെ അവളുടെ മരണം. ഇപ്പോ ഓരോ അച്ഛനമ്മമാരും ആഗ്രഹിക്കാറുണ്ടല്ലോ, മരിച്ചുപോയ മക്കൾ മടങ്ങി എത്തിയിരുന്നെങ്കിൽ എന്ന്. അങ്ങനെ ഒരു ആഗ്രഹം മാത്രമാണ് നിന്റെ മനസ്സിലുള്ളത്. അവൾ നമുക്ക് എന്നേക്കുമായി മരിച്ച ഒരു മകൾ മാത്രമാണ്. ഇനി അവൾ ഒരിക്കലും മടങ്ങി വരാൻ പോകുന്നില്ല എന്ന് രാജേന്ദ്രൻ അറിയിച്ചു. അത് കേട്ടതും ശൈലജ വീണ്ടും രാജേന്ദ്രനോട് കാര്യം അന്വേഷിച്ചു. നിങ്ങൾ എന്താ ഇങ്ങനെയൊക്കെ പറയുന്നത് എന്ന് ചോദിച്ചപ്പോ രാജേന്ദ്രൻ പറഞ്ഞു, അതെ, കഴിഞ്ഞ ദിവസം കരയോഗത്തിൽ ചെന്നപ്പോ അവർ കുറ്റപ്പെടുത്തിയത് എന്നെയാണ്. എന്തിനാണെന്നറിയാമോ? മകളെ വിവാഹം കഴിപ്പിച്ചയക്കാനുള്ള നിവൃത്തിയില്ലാത്തത് കൊണ്ട് മകൾ ഒളിച്ചോടി പോകുന്നതിന് മൗനാനുവാദം നൽകിയതാണ് ഞാനെന്നും, അതുപോലെ തന്നെ കരയോഗക്കാരെ വിളിച്ചു വരുത്തി അവരെ അപമാനിച്ചതിന് ഞാൻ സമാധാനം പറയണമെന്നുമാണ് കരയോഗത്തിൽ നിന്നുള്ള അവരുടെ മറുപടി. ഈ നാട്ടുകാർ മുഴുവൻ അങ്ങനെയാണ് പറയുന്നത്. എനിക്കൊരു കാര്യം മനസ്സിലായി. ഇവരെല്ലാവരും നമ്മളെ നോക്കി സന്തോഷത്തോടെ പുഞ്ചിരിക്കുകയാണ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ഞാനൊരു തീരുമാനത്തിൽ എത്തിക്കഴിഞ്ഞു. ഇനി നമുക്കിവിടെ നിൽക്കണ്ട. എന്നെ വേണ്ടാത്ത ഈ നാട്ടുകാരെ എനിക്കും വേണ്ട. അതുകൊണ്ട് തന്നെ നമുക്ക് മോന്റെ അടുത്തേക്ക് പോകാം. അവൻ കുറെ നാളായല്ലോ നമ്മളെ വിളിക്കുന്നു. നമുക്ക് അവിടേക്ക് പോകാം. അതാ നല്ലത് എന്ന് രാജേന്ദ്രൻ ശൈലജയോട് അറിയിച്ചു. നീ കയ്യിൽ കിട്ടുന്നതൊക്കെ എന്താന്ന് വെച്ചാൽ പെറുക്കിയെടുത്തോ, ഇപ്പോൾ തന്നെ നമുക്ക് ഇറങ്ങണം എന്ന് പറഞ്ഞ് രാജേന്ദ്രൻ അകത്തേക്ക് പോകുമ്പോൾ ശൈലജ ആകെ വിഷമത്തിലായി. അപ്പോഴാണ് രാജേന്ദ്രനും ശൈലജയും അങ്ങനെ ഒരു തീരുമാനമെടുക്കുമ്പോൾ കാർത്തികയുടെ വീട് ലക്ഷ്യം വെച്ച് അവിടേക്ക് അനുപല്ലവിയോടൊപ്പം ശാലിനി വന്നുകൊണ്ടിരിക്കണം. ഇതിനിടയിൽ രാജേന്ദ്രനും ഭാര്യയും റെഡിയായി വേഗം പുറത്തേക്കിറങ്ങി. ഭാഗമായി ശൈലജ പുറത്തേക്കിറങ്ങിയതും രാജേന്ദ്രൻ വേഗം വാതിലടച്ച് ലോക്ക് ചെയ്ത് പുറത്തേക്കിറങ്ങി പോകാനായി ബാഗ് എടുത്ത് വരാൻ പറഞ്ഞതും ശൈലജ ചോദിച്ചു, അല്ല, നമുക്ക് ഇവിടെയുള്ള അയൽവാസികളോടൊന്നും പറയണ്ടേ? അയൽക്കാരോടെങ്കിലും നമുക്ക് എവിടേക്കാ പോകുന്നതെന്ന് അറിയിക്കണ്ടേ എന്ന് ചോദിച്ചപ്പോ രാജേന്ദ്രൻ പറഞ്ഞു, എന്തിന്? ഇന്നലെ തന്നെ എനിക്കെല്ലാം മനസ്സിലായി. ഈ നാട്ടുകാർക്ക് നമ്മളോടുള്ള സ്നേഹം എത്രത്തോളമാണെന്ന്. അതുകൊണ്ട് എന്തായാലും ഇനി അതോർത്ത് നിൽക്കണ്ട, നമുക്ക് പോകാം. പിന്നെ നമ്മുടെ മോളുടെ ജാതകം കുറിപ്പിച്ചപ്പോ അയാൾ പറഞ്ഞെന്താന്ന് നിനക്ക് ഓർമ്മയില്ലേ? നമ്മുടെ ഈ കുടിൽ നിന്ന് മണിമാളികയിലേക്ക് നമ്മൾ ചേക്കേറുവെന്ന്. ഇപ്പൊ കണ്ടില്ലേ, അവള് കാരണം സ്വന്തം വീടും കൂടും വിട്ട് ഓടേണ്ട അവസ്ഥയാണ്. ഇനി കൂടുതലൊന്നും എന്നെ കൊണ്ട് പറയിക്കണ്ട എന്ന് പറഞ്ഞ് രാജേന്ദ്രൻ ശൈലജയോട് വരാൻ പറയുന്നു. അപ്പോഴാണ് ശാലിനിയും അനുപല്ലവിയും കൂടി അവരെ സഹായിക്കാനായി അനുപല്ലവി പറഞ്ഞ് ഏർപ്പാട് ചെയ്ത പ്രകാശന്റെ അരികിലേക്ക് എത്തിയത്. പ്രകാശൻ വഴിയിൽ തന്നെ അവരുടെ വരവും കാത്തു നിൽക്കുന്നു. അനുപല്ലവി എത്തിയതും അനുപല്ലവിയുടെ പ്രകാശം കാര്യങ്ങളൊക്കെ ധരിപ്പിച്ചു. ശരിയാ, ആ കാർത്തികയുടെ വീട് ഞാൻ കണ്ടെത്തി. അച്ഛന്റെ പേര് രാജേന്ദ്രൻ, അമ്മയുടെ പേര് ശൈലജ. പാവങ്ങളാണ്, അന്നുള്ള ജോലി ചെയ്ത് അവരുടെ അന്നുള്ള ചെലവ് കഴിക്കുന്നവർ. എന്നാലും അവരുടെ മനസ്സിൽ മകളോടുള്ള പക എത്രത്തോളമാണെന്ന് എനിക്ക് മനസ്സിലായി. കാരണം ഞാനിന്ന് വെറുതെ ഒരു പാഴ്സൽ കൊടുക്കാനായി അവിടേക്ക് ചെന്നതാണ്. പക്ഷെ ആ മനുഷ്യൻ അത് വാങ്ങിച്ചിട്ട് അതൊന്ന് തുറന്നു പോലും നോക്കാതെ വലിച്ചെറിയുകയാണ് ഉണ്ടായത്. അത്രത്തോളം മാനക്കേട് ആ കുടുംബത്തിന് മകൾ ഉണ്ടാക്കി കൊടുത്തിട്ടുണ്ട്. അതാണ് അവരുടെ ആ ദേഷ്യത്തിൽ പ്രകടമായത്. എന്തായാലും ഇതാണ് ഫോൺ നമ്പർ. ഈ നമ്പറിലേക്ക് വിളിച്ചു നോക്കിയാൽ മതി. ഇപ്പോൾ ആളുകൾ അവർ രണ്ടുപേരും അവിടെ ഉണ്ട് എന്ന് പ്രകാശൻ അറിയിച്ചു. ഉടനെ ശാലിനി പറഞ്ഞു, എന്നാ ഇനിയും ഞങ്ങളുടെയൊക്കെ ആവശ്യം വരും. എന്തെങ്കിലും ആവശ്യം വന്നാൽ കോണ്ടാക്ട് ചെയ്യുമ്പോൾ പ്രകാശൻ ഞങ്ങളെ സഹായിക്കണമെന്ന് പറഞ്ഞതും അതിനെന്ത് ചേച്ചി, ഞാൻ എന്ത് സഹായത്തിനും തയ്യാറാണ്. എന്നോട് പറഞ്ഞാൽ മതി എന്ന് പറഞ്ഞ് പ്രകാശൻ മുഞ്ചിലൂടെ നിന്നു. അതിനുശേഷം ശാലിനിയും അനുപല്ലവിയും വേഗം തന്നെ രാജേന്ദ്രന്റെയും ശൈലജയുടെയും അരികിലേക്ക് പുറപ്പെട്ടു. അവർ വീട്ടിലേക്ക് വരുന്നതിന് അല്പം സമയം മുൻപ് തന്നെ രാജേന്ദ്രനും ശൈലജയും അവിടെ നിന്ന് പോയി കഴിഞ്ഞിരുന്നു.
വീട്ടിലേക്ക് എത്തിയ ശാലിനി അവിടേക്ക് വന്നുകൊണ്ടിരിക്കുന്നതിനിടയിൽ കാർത്തികയുടെ അവസാനത്തെ നിമിഷങ്ങളാണിതെന്നും, കാർത്തികേ ഇനി നീ ഇത്രയും നാളും കളിച്ച നാടകത്തിന് തിരശ്ശീല വീഴാൻ പോകുന്നു. ഇനി നിനക്ക് അവിടെ പിടിച്ചു നിൽക്കാൻ കഴിയില്ല. വിഷ്ണുവേട്ടന്റെ ജീവിതത്തിൽ ഇനി നിനക്ക് ഇത്തരം കളികളൊന്നും നടത്താനാവില്ല. എന്നേക്കുമായി നിന്നെ സത്യമ്മ പുറത്താക്കാൻ പോവുകയാണ്. ഇതിൽ നിന്ന് നീ എങ്ങനെ രക്ഷപ്പെടുമെന്ന് എനിക്കൊന്ന് കാണണം എന്നൊക്കെ മനസ്സിൽ കാർത്തികയെ വെല്ലുവിളിച്ചുകൊണ്ട് ശാലിനി രാജേന്ദ്രന്റെ വീട്ടുമുറ്റത്തേക്ക് വന്നിറങ്ങി. വീട്ടിലേക്ക് ഇറങ്ങിയതും മുറ്റത്തെത്തിയതോടെ വലിയ സന്തോഷത്തിൽ വന്ന ശാലിനി ആ വാതിലിനരികിലേക്ക് എത്തിയപ്പോഴാണ് അത് ലോക്ക് ചെയ്തിരിക്കുന്നത് കണ്ടത്. അപ്പോഴേക്കും അതിനരികിലേക്ക് എത്തി ആകെ ടെൻഷനോടെ ശാലിനി അനുപല്ലവിയോട് പറഞ്ഞു, അനു ഇവിടെയെങ്ങും ആരും ഇല്ലെന്ന് തോന്നുന്നല്ലോ, വീട് പൂട്ടിയിട്ടിരിക്കുന്നു എന്ന് പറഞ്ഞതും അനുപല്ലവി പറഞ്ഞു, മേഡം എന്തായാലും അവരിവിടെ അടുത്തെവിടെയെങ്കിലും പോയതായിരിക്കും, നമുക്ക് കുറച്ച് വെയിറ്റ് ചെയ്യാം എന്നറിയിച്ചു. അപ്പോഴേക്കും ശാലിനിക്കാകെ നിരാശയായി. എന്തെല്ലാം പ്രതീക്ഷയോടെയാണ് ഞാൻ ഇവിടേക്ക് എത്തിയത്, വീണ്ടും നമുക്ക് അവരെ കണ്ടെത്താൻ കഴിയുന്നില്ലല്ലോ, ഇനിയിപ്പോ എന്ത് ചെയ്യും എന്ന് ചോദിച്ചുകൊണ്ട് ശാലിനി സങ്കടത്തോടെ അനുപല്ലവിയോട് തന്റെ സങ്കടം അറിയിച്ചു. അപ്പോഴേക്കും അനുപല്ലവി പറഞ്ഞു, മേഡം ഞാൻ എന്തായാലും ഈ അയൽവാസികളോടൊന്ന് ചോദിക്കാം, അവരോട് പറയാതെ പോവില്ലല്ലോ, എന്തായാലും ഒന്ന് ചോദിച്ചാലോ, അല്ലെങ്കിൽ മേഡം ഒരു കാര്യം ചെയ്യും, നമ്പർ നമുക്ക് കിട്ടിയിട്ടുണ്ടല്ലോ, പ്രകാശൻ എന്ന ആ നമ്പറിലേക്ക് ഒന്ന് മേഡം വിളിച്ചു നോക്ക് എന്ന് പറഞ്ഞു. ശാലിനി ഉടൻ തന്നെ ആ നമ്പർ എടുത്ത് വിളിച്ചു നോക്കിയതും ഫോൺ സ്വിച്ച് ഓഫ് എന്ന് പറഞ്ഞത് കേട്ട് ശാലിനിക്കാകെ നിരാശയായി. ഇനിയിപ്പോ എന്ത് ചെയ്യുന്നോർത്ത് രണ്ടുപേരും ആകെ സങ്കടപ്പെട്ടങ്ങ് നിൽക്കുമ്പോഴാണ് അതിലെ ഒരു അയൽവാസി അതുവഴി വന്നത്. ആ സ്ത്രീ അവിടേക്ക് വന്ന് പറഞ്ഞു, അതെ രാജേന്ദ്രൻ ഇവരെവിടെയാ പോയതെന്ന് അറിയാമോ, ഇവരെ എങ്ങോട്ട് പോയെന്ന് അറിയുമോ എന്ന് അനുപല്ലവി ആ സ്ത്രീയോട് അന്വേഷിച്ചതും ഉടനെ അവർ പറഞ്ഞു, രാജേന്ദ്രനും ഭാര്യയും ശൈലജയും അല്ലേ, അവർ ഈ നാട് വിട്ടു പോയി എന്നറിയിച്ചു. അത് കേട്ടപ്പോഴേക്കും ശാലിനിക്കും അനുപല്ലവിക്കും ആകെ ടെൻഷനായി. അവരെവിടേക്കാ പോയതെന്ന് അറിയാമോ എന്ന് ചോദിച്ചതും ആ സ്ത്രീ പറഞ്ഞു, അവർ പോവാന്ന് തന്നെ പറഞ്ഞത് ഞാൻ എത്ര ചോദിച്ചിട്ടാണെന്നറിയാവോ, അല്ലെങ്കിലും മകളുടെ ആ പ്രവൃത്തി കാരണം അവർ രണ്ടുപേരും ഒറ്റപ്പെട്ടാണ് ഇവിടെ കഴിഞ്ഞിരുന്നത്, അതിന്റെ സങ്കടവും ദേഷ്യവും ഒക്കെ ഉണ്ടായിരുന്നു ആ പാവങ്ങളുടെ മനസ്സിൽ, അതുകൊണ്ട് നാട് വിട്ടു പോയതാ, ഇനി അവരിനി ഒരിക്കലും ഇവിടേക്ക് മടങ്ങി വരില്ല എന്ന് പറഞ്ഞു. അത് കേട്ടതോടെ ശാലിനി ആകെ സങ്കടത്തിലായി. അപ്പോഴാണ് സത്യാമ്മയുടെ വീട്ടിലെ പൂജാമുറിയിൽ ഇരുന്നുകൊണ്ട് പപ്പിമോൾ ഭഗവാനോട് കരഞ്ഞു പ്രാർത്ഥിച്ചത്. ഭഗവാനെ, നീ ഇവിടെ ഇരുന്നുകൊണ്ട് ഇവിടുത്തെ കാഴ്ചകളൊന്നും കാണുന്നില്ലേ, ഈ വീട്ടിൽ നടക്കുന്ന പ്രശ്നങ്ങളൊന്നും അറിയുന്നില്ലേ, ഈ വീട്ടിൽ നിറയെ പ്രശ്നങ്ങളാ, എന്റെ വിഷ്ണുവച്ചന്റെ ജീവിതത്തിലും ആകെ പ്രശ്നമാ, അല്ലെങ്കിലും നിന്നോട് ഞാനത് പറയേണ്ട കാര്യമില്ലല്ലോ, ഈ കോണിലിരുന്ന് ഇതെല്ലാം നീ കാണുന്നുണ്ടല്ലോ, എന്തായാലും എന്റെ വിഷ്ണുവച്ചന് ഒന്ന് സഹായിക്കണേ, ആ കാർത്തിക ആന്റിയുമായിട്ടുള്ള വിഷ്ണുവച്ചന്റെ വിവാഹം ഒന്ന് മുടക്കി തരണേ, അങ്ങനെ ചെയ്യുകയാണെങ്കിൽ ഞാൻ നിന്റെ കാല് പിടിച്ചിക്കാം, എനിക്ക് എന്റെ ഈ പ്രാർത്ഥന നീ നടപ്പിലാക്കി തരണേ കണ്ണാ, എത്രയും വേഗം തന്നെ ആ കാർത്തികാന്റിയെ ഇവിടെ നിന്നൊന്ന് പുറത്താക്കി ചേച്ചിയമ്മയും വിഷ്ണു അച്ഛനും കൂടി ഇവിടേക്ക് ഒന്നിച്ച് വരണേ, വിഷ്ണു അച്ഛൻ ചേച്ചിയമ്മ തന്നെ വിവാഹം കഴിക്കണേ എന്നൊക്കെ പ്രാർത്ഥിച്ചുകൊണ്ട് കൈകൂപ്പി അങ്ങനെ ഇരിക്കുകയാണ് പപ്പി. അതിനിടയിൽ പപ്പി പറഞ്ഞു, എന്റെ കണ്ണ, ഞാൻ ഈ പറയുന്നത് ഒന്ന് നീ സാധിച്ചു തരണേ, കുട്ടികൾ പ്രാർത്ഥിച്ചാൽ അത് സാധിച്ചു തരുമെന്നാണല്ലോ പറയാറുള്ളത്, അതുകൊണ്ട് ഞാൻ നിന്റെ കാല് പിടിക്കാം പ്ലീസ് കണ്ണ എന്ന് പറഞ്ഞ് വീണ്ടും കണ്ണന്റെ മുന്നിൽ സാഷ്ടാംഗം പ്രണമിച്ചുകൊണ്ട് പപ്പിമോള് വീണ്ടും വീണ്ടും കണ്ണനോട് അപേക്ഷിച്ചു കൊണ്ടിരുന്നു. ഈ സമയത്ത് ബസ് സ്റ്റോപ്പിലേക്ക് എത്തിയ രാജേന്ദ്രനും ശൈലജയും അവർ ബസ് കാത്തങ്ങനെ നിൽക്കുമ്പോഴേക്കും ശൈലജ ചോദിച്ചു, അത് പിന്നെ മനുഷ്യ എന്ന് വിളിച്ചതും രാജേന്ദ്രൻ ചോദിച്ചു, എന്താ 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 നിനക്ക് പറയാനുള്ളത്, വേഗം ചോദിക്കടി എന്ന് പറഞ്ഞപ്പോ ശൈലജ ചോദിച്ചു, അല്ല നിങ്ങൾ ഇങ്ങോട്ട് വരുന്ന വഴിക്ക് പറഞ്ഞല്ലോ ഇനി നമ്മൾ ഇങ്ങോട്ട് മടങ്ങി വരുന്നില്ല എന്ന്, അത് സത്യം തന്നെയാണോ എന്ന് ചോദിച്ചതും അതെ, ഇനി ഇവിടേക്ക് വരുന്നേ ഇല്ല, അതിൽ ഇനി നീ സംശയിക്കേ വേണ്ട എന്ന് പറഞ്ഞു. അല്ല നമ്മുടെ മോൾക്ക് നല്ല ബുദ്ധി തോന്നി ഇനി മടങ്ങി എത്തിയാലോ എന്ന് ശൈലജ അന്വേഷിച്ചതും രാജേന്ദ്രൻ പറഞ്ഞു, നമ്മുടെ മോൾക്ക് നല്ല ബുദ്ധി തോന്നാൻ അവൾക്ക് നല്ല ബുദ്ധി ഉണ്ടായിരുന്നെങ്കിലേ ഇങ്ങനെയൊന്നും സംഭവിക്കുമായിരുന്നില്ലല്ലോ, എന്തായാലും ഇനി ഒരു മടങ്ങി വരവ് ഇങ്ങോട്ടില്ല, അല്ലെങ്കിലും നമ്മൾ രണ്ടുപേരും മാത്രമല്ലേ ഉള്ളൂ, കുട്ടികളും പ്രാരാബ്ധമൊന്നും ഇല്ലാത്ത നമുക്ക് ഇനിയിപ്പോ എവിടെ കഴിഞ്ഞാൽ എന്താ, സ്വസ്ഥതയും സമാധാനവും കിട്ടുന്നിടത്ത് കഴിയണം, അതല്ലേ നമ്മുടെ ലക്ഷ്യം, അങ്ങനെ എവിടെ സ്വസ്ഥതയും സമാധാനം കിട്ടുന്നോ അവിടെ നമ്മൾ കഴിയും, അത്രേ ഉള്ളൂ എന്ന് പറഞ്ഞു. ഇത് കേട്ടതും രാജേന്ദ്രനോട് ശൈലജ ചോദിച്ചു, അതൊക്കെ ശരി, അല്ല നിങ്ങളെ ഇപ്പോ ഇങ്ങനെയൊക്കെ പറഞ്ഞ സ്ഥിതിക്ക് ഒരു കാര്യം ഞാൻ ചോദിക്കട്ടെ, നമ്മള് ആ മോന്റെ അടുത്തേക്ക് ചെല്ലുന്ന വിവരം നിങ്ങൾ അവനെ വിളിച്ച് അറിയിച്ചോ, ഇനി അഥവാ നമ്മൾ അവിടേക്ക് ചെല്ലുമ്പോ അവിടെ അവനില്ലെങ്കിൽ പിന്നെ എന്ത് ചെയ്യും എന്ന് ചോദിച്ചപ്പോ ഉടനെ രാജേന്ദ്രൻ പറഞ്ഞു, അയ്യോ അത് ശരിയാ, ഞാൻ വിളിച്ച് പറഞ്ഞില്ല, ഞാൻ ഇപ്പൊ തന്നെ പറയാം എന്ന് പറഞ്ഞ് ഫോൺ തന്റെ അരയിലും ബാഗിലും ഒക്കെ പോക്കറ്റിലും ഒക്കെ തപ്പുന്നു. ഉടനെ ശൈലജ ചോദിച്ചു, നിങ്ങൾ എന്താ മനുഷ്യ കാണിക്കുന്നത്, അല്ല നീ എന്റെ ഫോൺ എടുത്തായിരുന്നോ എന്ന് ചോദിച്ചപ്പോ ശൈലജ പറഞ്ഞു, പിന്നെ നിങ്ങളുടെ ഫോൺ എടുത്ത് എനിക്കതല്ലേ പണി എന്ന് ചോദിച്ചതും, നിങ്ങൾ ആ ബാഗിനകത്തൊന്ന് നോക്കിക്കേ എന്ന് ശൈലജ അറിയിച്ചു. അതില്ല, ബാഗിൽ കാണില്ല, എനിക്കറിയാം, ഞാനേ അത് ആ മേശയെ വെച്ചിട്ടുണ്ട്, അത് ചാർജ് ചെയ്യാനായി വെച്ചതാ, നീ എന്തായാലും വേഗം കേറ്, നമുക്ക് ഒരു ഓട്ടോ പിടിച്ച് പോകാം എന്ന് പറഞ്ഞ് അതുവഴി വന്ന ഒരു ഓട്ടോയ്ക്ക് കൈ കാണിച്ച് ഉടനെ തന്നെ ശൈലജയും രാജേന്ദ്രനും വേഗം തന്നെ ആ വീട്ടിലേക്ക് തിരികെ പോന്നു. അപ്പോഴേക്കും ശാലിനിയും അനുപല്ലവിയും ഒക്കെ നിരാശരായി മടങ്ങുന്ന സമയത്ത് രാജേന്ദ്രനും
ശൈലജയും വീട്ടിലേക്ക് വന്നെത്തി. വേഗം വാതിൽ തുറക്കുന്നതിനിടയിൽ ശൈലജയോട് രാജേന്ദ്രൻ ദേഷ്യപ്പെട്ടു. "നീ ആ താക്കോലിങ്ങ് തന്നേ, അല്ലെങ്കിലും ഇതെല്ലാത്തിനും കാരണം നിന്റെ മകളാ" എന്ന് പറഞ്ഞതും അവളോ എന്ത് ചെയ്തിട്ടാ? അല്ല അവള് കാരണമാണല്ലോ ഈ നാട് വിട്ടു പോകേണ്ടി വന്നത്. ജീവിച്ച വീട് വരെ ഉപേക്ഷിക്കേണ്ടി വന്നു. എന്തായാലും നീ ആ താക്കോല് താ എന്ന് പറഞ്ഞ് രാജേന്ദ്രൻ വേഗം താക്കോല് വാങ്ങി വീട് തുറന്ന് അകത്തേക്ക് കയറി. അതിനുശേഷം രാജേന്ദ്രൻ തന്നെ മൊബൈൽ ഫോൺ എടുത്തുകൊണ്ട് വരുമ്പോൾ അതിൽ വന്ന മെസ്സേജ് രാജേന്ദ്രൻ കണ്ടു. അത് ഓൺ ചെയ്ത് നോക്കിയതും പപ്പിമോളുടെ വോയിസ് മെസ്സേജ് ആണ് കേൾക്കുന്നത്. "ഞാൻ പപ്പിമോളാണെന്നും കാർത്തികാന്റി ഞങ്ങളുടെ വീട്ടിലുണ്ടെന്നും വിഷ്ണു അച്ഛനെ വിവാഹം കഴിക്കാനായിട്ട് കാർത്തികാന്റി ഇരിക്കുകയാണെന്നും വിഷ്ണു അച്ഛന് കാർത്തികാന്റി ഇഷ്ടമില്ല. പക്ഷേ കാർത്തികാന്റിക്ക് വിവാഹം കഴിക്കാൻ ഇഷ്ടമില്ലാത്ത വിഷ്ണുവച്ചന് സത്യയുടെ അമ്മയായ എന്റെ ചേച്ചിയമ്മയെ വിവാഹം കഴിക്കാനാണ് ഇഷ്ടം. ചേച്ചിയമ്മ പാവാ. എത്രയും വേഗം അച്ഛൻ വന്ന് കാർത്തികാന്റിയെ തിരികെ കൂട്ടിക്കൊണ്ട് പോണേ. വരത്തില്ലേ? ഞാനിതിനകത്ത് നമ്പർ ഇട്ടിട്ടുണ്ട് ചേച്ചിയമ്മയുടെ. ആ നമ്പറിൽ വിളിച്ചാൽ മതി" എന്ന് പറഞ്ഞ് പപ്പി നമ്പർ വരെ ഇട്ട് കൊടുത്തിരിക്കുന്നു. ആ വോയിസ് മെസ്സേജ് കേട്ടതോടെ രാജേന്ദ്രൻ ശൈലജയോട് ദേഷ്യപ്പെട്ടു. "കണ്ടില്ലേ ആ കൊച്ചു വെച്ച് പറഞ്ഞിരിക്കുന്നത്, നിന്റെ മകള് മറ്റേതോ കുടുംബത്തിൽ ആ കുടുംബം തകർക്കാൻ നോക്കുകയാ" എന്ന് പറഞ്ഞതും ശൈലജ പറഞ്ഞു, "അതെ, നിങ്ങളൊരു കാര്യം ചെയ്യേ, ആ കൊച്ചിന് നമ്പർ അയച്ചിട്ടുണ്ടെന്ന് പറഞ്ഞില്ലേ, നിങ്ങൾ ആ നമ്പറിലേക്ക് ഒന്ന് വിളിക്ക്. സത്യാവസ്ഥ അറിയാലോ. നമ്മുടെ മോൾ അവിടെ ഉണ്ടെന്നല്ലേ പറഞ്ഞത്. അതെങ്കിലും മനസ്സിലാക്കാൻ പറ്റുമല്ലോ" എന്ന് പറഞ്ഞ് ശൈലജയുടെ നിർബന്ധപ്രകാരം രാജേന്ദ്രൻ ആ നമ്പറിലേക്ക് വിളിച്ചു. ഈ സമയത്ത് ശാലിനിയും അനുപലയും തിരികെ മടങ്ങുമ്പോഴാണ് ഫോൺ റിങ് ചെയ്യുന്നത് കണ്ടത്. ഉടനെ ശാലിനി ഫോൺ എടുത്ത് നോക്കിയിട്ട് അനുപലയോട് പറഞ്ഞു, "ദാ ആ നമ്പറിൽ നിന്നാ വിളിക്കുന്നത്." അത് കേട്ടതും വേഗം കോൾ അറ്റൻഡ് ചെയ്യാൻ അനുപലവി പറഞ്ഞതോടെ ശാലിനി കോൾ അറ്റൻഡ് ചെയ്തു. "ഹലോ" എന്ന് പറഞ്ഞതും രാജേന്ദ്രൻ ചോദിച്ചു, "ഇത് സത്യയുടെ അമ്മയല്ലേ, പപ്പിമോളുടെ ചേച്ചിയമ്മ?" എന്ന് ചോദിച്ചതും, "അതെ, ആരാ, നിങ്ങൾ ആരാ?" "ഞാൻ രാജേന്ദ്രനാ, കാർത്തികയുടെ അച്ഛൻ" എന്ന് പറഞ്ഞതും, "അല്ല നിങ്ങളിപ്പോ എവിടെയാ?" എന്ന് ചോദിച്ചു. "ഞാനിപ്പോ എന്റെ വീട്ടിലുണ്ട്" എന്ന് പറഞ്ഞതും, "നിങ്ങളുടെ വീട്ടിലോ? ഞങ്ങളിപ്പോ അവിടെ ഒന്ന് വന്നതാണല്ലോ" എന്ന് ശാലിനി ആശങ്കയോട് ചോദിച്ചു. "നിങ്ങളിപ്പോ ഒരു കാര്യം ചെയ്യ്, എങ്ങും പോകരുത്, നിങ്ങൾ അവിടെ തന്നെ ഉണ്ടാവണം, ഞങ്ങൾ ഇപ്പൊ അങ്ങോട്ട് വരാം" എന്ന് പറഞ്ഞു. "ശരി" എന്ന് പറഞ്ഞ് രാജേന്ദ്രൻ ഫോൺ കട്ട് ചെയ്തു. അതിനുശേഷം ശാലിനി വേഗം രാമേട്ടനോട് ഉടൻ തന്നെ കാർത്തികയുടെ വീട്ടിലേക്ക് തിരികെ പോകാനായിട്ട് അറിയിച്ചു. അങ്ങനെ അവർ കാർ തിരിക്കുമ്പോ ശൈലജ രാജേന്ദ്രനോട് ചോദിച്ചു, എന്താ എന്താ അവർ പറഞ്ഞത്? "അവരിതാ ഇപ്പൊ ഇങ്ങോട്ട് വരാമെന്ന്, ഇവിടെ തന്നെ നമ്മൾ ഉണ്ടാവണമെന്ന്. ഇനി എന്തൊക്കെ പുലിവാലാണാവോ അവ ഉണ്ടാക്കാൻ പോകുന്നത്, എന്തൊക്കെ പ്രശ്നങ്ങളാണാവോ അവൾ ഉണ്ടാക്കി വെച്ചിരിക്കുന്നത്" എന്ന് ചോദിച്ച് രാജേന്ദ്രനാകെ സങ്കടത്തോടെ ഇരിക്കുന്നു. അതിനുശേഷം ശാലിനി രാജേന്ദ്രന്റെ വീട്ടിലേക്ക് വന്നെത്തുമ്പോൾ അവിടെ വാതിൽക്കൽ തന്നെ ശൈലജയും രാജേന്ദ്രനും ശാലിനിയെ കാണാനായി കാത്തുനിന്നു. പിന്നീട് ശാലിനി എത്തി വിവരങ്ങളൊക്കെ പറഞ്ഞതിന് ശേഷം കാർത്തിക കാണിച്ചു കൂട്ടിയ പ്രവൃത്തികളെല്ലാം അറിഞ്ഞതോടെ രാജേന്ദ്രൻ സത്യഭാമയുടെ വീട്ടിലേക്ക് പുറപ്പെടാൻ സമ്മതിക്കുന്നു. പിന്നീട് ശാലിനി രാജേന്ദ്രനെയും ഭാര്യയും കൂട്ടി നേരെ സത്യാമ്മയുടെ വീട്ടുപടിക്കലേക്ക് എത്തി. ശാലിനി അകത്തേക്ക് കയറി ചെല്ലുന്നതോടെ സത്യഭാമ വളരെ ദേഷ്യത്തോടെ ചോദിച്ചു, "എന്തിനാ ശാലിനി ഇവിടേക്ക് വന്നത്? എന്താ നീ പുതിയ കഥയുണ്ടാക്കി കെട്ടുകഥയുമായി വന്നിരിക്കുകയാണോ?" എന്ന് ചോദിച്ചപ്പോ ശാലിനി പറഞ്ഞു, "കെട്ടുകഥയാക്കിയൊന്നും വന്നതല്ല സത്യാമ്മേ. ഞാൻ പറയുന്ന ഒരു കഥയ്ക്ക് ബാക്കി കഥ പറയേണ്ടത് കാർത്തികയാണ്. അവളെവിടെ?" എന്ന് ചോദിച്ചു. അപ്പോഴേക്കും വിഷ്ണു ശാലിനിയെ അവിടേക്ക് കൂട്ടിക്കൊണ്ടു വന്നത് കാർത്തികയുടെ അച്ഛനമ്മമാരാണെന്ന് ആ സത്യം അറിയാവുന്നത് കൊണ്ട് ഇന്നത്തോടെ കാർത്തിക എന്ന മാരണം തന്റെ തലയിൽ നിന്ന് എന്നേക്കുമായി ഒഴിവായി കിട്ടുമെന്നുള്ള സന്തോഷത്തിൽ പുഞ്ചിരിയോടെ വിഷ്ണു അങ്ങനെ കാത്തു നിൽക്കുമ്പോൾ ശാലിനി അവിടേക്ക് വന്ന് കാർത്തികയുടെ അച്ഛനമ്മമാരെ കുറിച്ച് പറയാൻ തുടങ്ങുന്നത് കേട്ട് ഞെട്ടിത്തെറിച്ച് കാർത്തിക നിൽക്കുന്നു.